സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ നാടുകളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ദയനീയമായ കുറേ കരച്ചിലുകൾ നമ്മൾ കേൾക്കുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ സന്യാസിനിമാർക്ക് വേണ്ടിയുള്ള കരച്ചിലുകൾ. അവർ വലിയൊരു അടിമത്തത്തിലാണ്. എത്രയും വേഗം ഈ ജയിൽ ഭേദിച്ച് പുറത്തേക്ക് വരണം, കത്തോലിക്ക സഭ ഉടനെ തകരാൻ പോകുന്നു, അങ്ങനെ ശരിക്കും കരയുന്ന നിലവിളിക്കുന്ന കുറേ മാധ്യമ സിംഹങ്ങളും അതേപോലെ മറ്റ് സാമൂഹ്യ പ്രവർത്തകരും കുറേ നവോത്ഥാന നായകരുമൊക്കെ കേരളത്തിൽ പ്രവേശം ചെയ്തിട്ടുണ്ട്. അവർ പ്രധാനമായിട്ടും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രൈസ്തവ സന്യാസിനികൾ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവർ വലിയൊരു അടിമത്തത്തിലാണ്. അവർക്കൊരു സ്വാതന്ത്ര്യമില്ല, അവർ ജീവിതം നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം അവർ പുറത്തേക്ക് വരണം. അവർക്ക് വേണ്ടി വിശാലമായ ഒരു ലോകം കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹപൂർവ്വം തന്നെ സിസ്റ്റേഴ്സിനെ ഉപദേശിക്കുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ മൈക്കിന് മുമ്പിൽ നിന്ന് ആക്രോശിക്കുന്ന ചിലരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. ക്രൈസ്തവ സഭ, കത്തോലിക്ക സഭ ചെങ്കോട് ചേർത്ത് വയ്ക്കുന്ന വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംസാരവും പോലെയുള്ള കുദാശകളെയൊക്കെ വളരെ പ്രകോപനപരമായ രീതിയിൽ ആക്ഷേപിച്ച് സംസാരിക്കുന്ന ചില മുൻ ന്യായാധിപന്മാരും അങ്ങനെ കുറേ ആളുകളുണ്ട് നമുക്കിടയിൽ. സ്നേഹമുള്ളവരെ, ഒത്തിരി സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ സ്വയം അപഹാസ്യരാകരുത്. കാരണം ക്രൈസ്തവ സന്യാസം എന്താണെന്നും എന്തുകൊണ്ടാണ് ഈ അനുസരണ വ്രതവും ദാരിദ്ര്യവ്രതവും ബ്രഹ്മചര്യവ്രതവും പാലിച്ച് ഈ സഹോദരിമാരിങ്ങനെ ജീവിക്കുന്നതെന്നും കൃത്യമായി അറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ പുറത്തുനിന്ന് വേദനിക്കുന്നത്, ഒരു തരത്തിൽ പറഞ്ഞാൽ കരയുന്നത്. ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ പറ്റി രക്ഷിക്കണമെന്ന് അവരോടൊപ്പം വേദനിക്കാൻ ഞങ്ങളുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട്, അവരെ എത്രയും വേഗം പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ ആക്രോശിക്കുന്ന, കരയുന്ന, സങ്കടപ്പെടുന്ന പ്രിയപ്പെട്ട അഭിനവ സഭാ സംരക്ഷകരെ, പ്രത്യേകിച്ച് അഭിനവ സന്യാസ സംരക്ഷകരെ, നിങ്ങളോട് എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. വീണ്ടും പറയട്ടെ, നിങ്ങളിങ്ങനെ സ്വയം അപഹാസ്യരാകരുത്. കാരണം ക്രൈസ്തവ സഭയിൽ സന്യാസം ഒരു അടിമത്തമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ആരെങ്കിലും നിർബന്ധിച്ച് ഏറ്റെടുക്കുന്ന ഒരു ജീവിതാന്തസ്സല്ല. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, സഭയിലെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, 2000 വർഷത്തിലധികമായുള്ള സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു വ്യക്തിയെയും നിർബന്ധിച്ച് ഒരു സിസ്റ്ററോ അച്ഛനോ ആക്കിയിട്ടില്ല. അതുറപ്പാണ്. അതിന് കാരണം, ഇങ്ങനെ വിഷമിക്കാൻ കാരണം, ഞങ്ങളുടെ പരിശീലനം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, അതുകൊണ്ടാണ്. കാരണം +2 കഴിഞ്ഞോ 10 കഴിഞ്ഞോ ഡിഗ്രി കഴിഞ്ഞോ കോൺവെന്റിൽ ചേരുന്ന ഒരാളും പിറ്റേ ദിവസം സിസ്റ്ററായി പുറത്തിറങ്ങുന്നില്ല. വർഷങ്ങൾ നീണ്ട പരിശീലനം. അതിനുശേഷം ഇതിനെ സംബന്ധിച്ച് ബോധമുള്ളവർക്കറിയാം, ആദ്യം തന്നെ അവർ ആദ്യവ്രത വാഗ്ദാനമാണ് നടത്തുന്നത്. അത് നിത്യവ്രതമല്ല, അതായത് നിത്യമായ സന്യാസമല്ല അത്. ആദ്യവ്രതത്തിന് ശേഷം കുറേ വർഷങ്ങൾ വീണ്ടും പരിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കും ആലോചനയ്ക്കുമുള്ള അവസരമുണ്ട്. അതിനുശേഷമാണ് അവർ നിത്യമായി വ്രതം ചെയ്യുന്നത്. അതായത് യഥാർത്ഥത്തിൽ നിത്യ കന്യാത്വം നേരുന്നത്, നിത്യ ദാരിദ്ര്യം നേരുന്നത്, നിത്യമായി അനുസരണം നേരുന്നത്. അതായത് ഇതൊന്നും ഒരിക്കലും ഒരു മനുഷ്യന്റെ മേലും അടിച്ചേൽപ്പിക്കുന്നതല്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു മനോഹരമായ ഒരു കാഴ്ച, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദയനീയമായി തോന്നി ഒരു കാഴ്ച. കുറേ സ്ത്രീകൾ, മറ്റു മതത്തിലുള്ള കുറേ സ്ത്രീകൾ ഒരു പോസ്റ്റൊക്കെ പിടിച്ച്, അതായത് ഒരു കുറച്ച് പ്ലക്കാർഡുകളൊക്കെ പിടിച്ചിട്ട് സിസ്റ്റേഴ്സിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിങ്ങനെ പ്ലക്കാർഡൊക്കെ പിടിച്ച് നിൽക്കുന്നു. അതിന് താഴെ വന്ന ഒരു കമന്റ്, അത് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ കമന്റ് ഇങ്ങനെയാണ്: ഈ പാവങ്ങൾക്കറിയില്ല, ഇവരെന്തിനാണ് ഈ പോയതെന്ന് പോലും ഇവർക്കറിയില്ല. ഇവർക്ക് പുറത്തു ചാടാൻ ഒരവസരം കിട്ടി, ആ സമയത്ത് ഇവർ വന്നു നിന്നു, ആരോ എഴുതി കൊടുത്ത ഒരു പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുന്നു, അത്രേ അവർക്കറിയത്തുള്ളൂ. അതായത് പണ്ടൊരിക്കൽ ഒരു സ്ത്രീ, കുറച്ച് സ്ത്രീകൾ കൂടി ഒരു സംഘടന രൂപീകരിച്ചു. ഈ സംഘടനയുടെ ഉദ്ദേശം ഇന്ത്യയെ മുഴുവനും ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ഭർത്താവിനടുത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ നാളെ മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാണ്, ഇന്ത്യ മുഴുവൻ ഞങ്ങൾ ക്ലീൻ ആക്കും. ഭർത്താവ് പറഞ്ഞു, നല്ല കാര്യം, ഇന്ത്യ മുഴുവൻ ക്ലീൻ ആക്കണം, പക്ഷെ ആദ്യം നീ നമ്മുടെ ഈ വീടൊന്ന് അടിച്ചു വാര്, എന്നിട്ട് നീ ഇന്ത്യ ക്ലീൻ ആക്കിക്കോ.
ഈ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഈ അഭിനവ സംരക്ഷകരോടുമൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുക. നിങ്ങളുടെ മതത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുക. അവർക്കൊരു സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുക. നന്നായിട്ട് ജീവിക്കാനും നന്നായിട്ട് പുറത്തിറങ്ങുവാനും സ്വാതന്ത്ര്യത്തോടെ നടക്കാനും യാത്ര ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിങ്ങനെ സ്വയം അപഹാസ്യരാകരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അറിവില്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, പല പൊട്ടത്തരങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. ഇതൊരിക്കലും നിങ്ങളുടെ തെറ്റല്ല, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അറിവ് കുറവ് കൊണ്ട. പക്ഷെ ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ കുറെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതുകൊണ്ട് പലപ്പോഴും ചില സമുദായങ്ങൾ തന്നെ നാണം കെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട അഭിനവ സംരക്ഷകരെ, സന്യാസ സംരക്ഷകരെ, നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ലോകത്ത് നമുക്ക് ചെയ്യാനുണ്ടല്ലോ. നമുക്കത് ചെയ്യാം. ഇങ്ങനെ ആൾക്കാരുടെ വിഡ്ഢിത്തം വിളിച്ച് പുലമ്പി സ്വയം അപഹാസ്യരാകുന്നതിന് പകരം മാധ്യമപ്രവർത്തകരെ, നിങ്ങൾക്ക് എത്രയും നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും, എത്രയോ നന്മ ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പ്രധാന വാർത്തയായിരുന്നല്ലോ ഈ ഭാര്യമാരെ കൈമാറ്റം ചെയ്യുന്നു. അതിനെപ്പറ്റി അന്തിച്ചർച്ചകളൊന്നും അധികം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ പേരിൽ ഇനിമേൽ ആരും കല്യാണം കഴിക്കരുത് എന്ന് നിങ്ങൾ പറയും? അല്ലെങ്കിൽ ചില അപ്പന്മാരെ മക്കളെ പീഡിപ്പിക്കുന്നു, അതുകൊണ്ട് ഇനി പെൺമക്കളൊന്നും അപ്പൻ്റെ ഒപ്പം താമസിക്കരുതെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളിങ്ങനെ ഓരോ മണ്ടത്തരം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ സ്വയം നാണം കെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ക്രൈസ്തവ സഭകളെ ഇങ്ങനെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ഈ ശ്രമം, ഈ അതിയായ കഠിന ശ്രമം, ഇതൊന്ന് നിർത്തി നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. നല്ല മാധ്യമ പ്രവർത്തകരാകാം, നല്ല രീതിയിൽ പൊതുസമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ മുൻവിധിയോടെ ഒന്നിനെയും കാണുകയോ സംസാരിക്കുകയോ ചെയ്യാതെ ഒരു നന്മ ചെയ്യാൻ നമുക്ക് മുമ്പോട്ട് പോകാം. ഒരുപാട് നന്മ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മനസ്സാവുകയാണെങ്കിൽ. ഈ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ച വിചാരിക്കുന്നത് ആരും ആ പൂച്ചയെ കാണുന്നില്ലെന്നാണ്, പക്ഷേ എല്ലാവരും ആ പൂച്ചയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ കണ്ണടച്ച് നിങ്ങളുടെ ചാനൽ ചർച്ചകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം വിളിച്ച് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ഒരു വിധി പ്രസ്താവിക്കുന്നു. പക്ഷേ ഒരു കാര്യവുമില്ല, ഈ സമൂഹത്തിൽ ബോധമുള്ള എല്ലാവരും നിങ്ങളെ നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു.